നമസ്കാരം. ഇന്ന് നമുക്ക് രാവിലെ പത്രമെടുത്ത് നോക്കാൻ പേടിയാണ്. പത്രമെടുത്ത് നോക്കിയാൽ അതിൽ മാതാപിതാക്കളുടെ കഴുത്തറുത്തു കൊന്ന മക്കളെ കുറിച്ചുള്ള വാർത്തയാണ്. ലഹരിക്ക് അടിമയായിട്ടുള്ള മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന വാർത്ത, സഹോദരങ്ങളെ കൊല്ലുന്ന വാർത്ത, അധ്യാപകനെ ആക്രമിക്കുന്ന വാർത്ത. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സെൻഡ് ഓഫ് പരിപാടികളിൽ മദ്യവും മയക്കുമരുന്നും കൊണ്ടുവന്നു എന്ന വാർത്ത. 70% കേരളത്തിൽ ഇവിടെ വിദ്യാർത്ഥികളാണ് ലഹരി ഉപയോഗിക്കുന്നത്. അതും 10നും 15നും ഇടയിലുള്ള കുട്ടികളാണ് കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വാർത്ത. ഇത്തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെയൊക്കെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ചില വാർത്തകളും അപൂർവമായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫാദർ ഡേവിസ് ചിറമ്മൽ നടത്തുന്ന ഒരു പ്രസംഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ഫാദർ ഡേവിസ് ചിറമ്മൽ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ, ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. എന്തായാലും ഈ അടുത്ത കാലത്ത് അദ്ദേഹം എൻ്റെ തൊട്ടടുത്ത ഇടവകയായിട്ടുള്ള കടങ്ങൂട് പള്ളിയിൽ അദ്ദേഹം കുറച്ചു കാലം അച്ഛനായി സേവനം അനുഷ്ഠിച്ചിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും അതുപോലെ തന്നെ ചില ഇന്റർവ്യൂകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ അടുത്തിടെ എവിടെയോ നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു മകൻ സ്വന്തം പിതാവിന് കരള് പകുത്തു നൽകിയ ഒരു കാര്യമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അവിടെ ആ പിതാവ് മകൻ ഇങ്ങനെ കരള് കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ആ പിതാവ് ഫാദർ ഡേവിസ് ചിറമ്മലിനോട് പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നത്. എന്തായാലും ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരനാണ്. വാപ്പയ്ക്ക് ഞാൻ തരും കരള്. 22 വയസ്സുള്ളവനെ. എന്നിട്ട് അയാൾ പറയായിരുന്നു എന്നോട്, അച്ചോ എന്റെ മോനെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. എന്താവോ, മരിച്ചാ മതിയെന്ന് തോന്നി. അങ്ങനെ പറയണേ, മതി അച്ചോ, മരിച്ചാ മതിയെന്ന് തോന്നി. കാരണം പെട്ട തന്തയ്ക്കും തള്ളയ്ക്കും കഞ്ഞിവെള്ളം പോലും കൊടുക്കാത്ത ലോകത്ത് ഇങ്ങനൊരു മോൻ എനിക്ക് കിട്ടിയല്ലോ. 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ മലല് കിടന്ന് നെഞ്ചിന്റെ കൂടെ പൊളിച്ചിട്ട് സ്വന്തം വാപ്പയ്ക്ക് കരള് കൊടുക്കാൻ. ഇതാണ് പ്രിയമുള്ളവരെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടതായ ഉള്ളിലെ നന്മ. പണം ഉണ്ടാക്കാനല്ല മക്കൾ പഠിക്കേണ്ടത്, കരുണയുള്ളവരായി വളർത്തണം. വാപ്പയോടും ഉമ്മയോടും മാത്രല്ല, പ്രപഞ്ചത്തിലെ സർവ്വ മനുഷ്യരോടും. അതാണ് ആത്മീയത. അങ്ങനെ ഒരു മകൻ നിനക്കുണ്ടായാൽ, അതാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അത് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഈ വീഡിയോ നേരത്തെ കണ്ടതായിരിക്കാം. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം. കാണാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ ഇന്ന് മറ്റൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലഹരിക്ക് അടിമയായി മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, ഉപദേശിച്ചാൽ അവരെ കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കൾ മാറിയിരിക്കുകയാണ്. അധ്യാപകരെ തെറിവിളിക്കണം എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അധ്യാപകരെ ആക്രമിക്കണം എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പോലും സഹപാഠിയെ കൊല്ലണമെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യണം. കാണാത്തവരെ കാണിച്ചുകൊണ്ടേയിരിക്കണം. കണ്ടവർ ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെയൊക്കെ മനസ്സ് ഒരുപാട് മാറേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മളൊക്കെ മനസ്സിനി മാറണമെങ്കിൽ, നമ്മുടെ മനസ്സിലൊക്കെ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വികാരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടുകൊണ്ടേയിരിക്കണം. ഇവിടെ 28 വയസ്സുള്ള ഒരു മകൻ ഇവിടെ കരൾ പകുത്ത് നൽകാൻ, പിതാവിന് കരൾ പകുത്ത് നൽകാൻ തയ്യാറായി. ഇന്നത്തെ നമ്മൾ മക്കളോട് അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും നമ്മൾ മുന്നോട്ട് വെക്കുന്നില്ല. മക്കളോട് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. മോനെ ആ വഴിക്ക് പോകരുത്, അത് ഉപയോഗിക്കരുത്, അവരുമായി കൂട്ടുകൂടരുത് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് മക്കൾ ഇന്ന് മാതാപിതാക്കളെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. ഇവിടെ ലഹരിക്ക് അടിമയായി അവർ മാതാപിതാക്കളുടെ തലയെടുക്കുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നും ഒരുപാട് വാർത്തകളുണ്ട്. മക്കൾ മാത്രമൊന്നുമല്ല, മാതാപിതാക്കൾ മക്കളെയും കൊലപ്പെടുത്തുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില വീഡിയോകൾ, ഇത്തരത്തിലുള്ള ചില വാക്കുകൾ, ചില അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് കാണാൻ ശ്രമിക്കണം. ഇത്തരത്തിലുള്ള മക്കളെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മക്കളാകാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതുപോലെ തന്നെ ആ മകനെ കുറിച്ച് പിതാവ് പറഞ്ഞ വാക്കുകൾ, എനിക്കിനി മരിച്ചാൽ മതി, എനിക്ക് അവന്റെ കരൾ വേണമെന്നില്ല, അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അത്തരത്തിൽ ചിന്തിക്കുന്ന മാതാപിതാക്കളായി മാറാൻ ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.